ഡൈസറ സിനിമേന്റെ കഴിഞ്ഞ 3 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനിലോട്ട് തന്നെ പോകാം നമുക്ക്. നിമിഷം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റോക്ക് സീരീസ് ചാനൽ ഡൈസറ സിനിമ തിയേറ്റർ റിലീസിന് വന്നത് ഒക്ടോബർ 31 നമ്മുടെ പ്രണവ് അതുപോലെ തന്നെ രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത സിനിമയും കൂടിയാണ്. ക്രിസ്റ്റോ സേവിയർ ആണ് സിനിമയിൽ BGM ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ കൈകാര്യം ചെയ്തിരിക്കുന്നത്. സിനിമേന്റെ കളക്ഷനിലോട്ട് തന്നെ പോകാം നമുക്ക്. അത് നിമിഷം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റോക്ക് സീരീസ് ചാനൽ ഡൈസറ അതുപോലെ മറ്റ് സിനിമകളുടെയും ബോക്സ് ഓഫീസ് കളക്ഷൻ അപ്ഡേറ്റ് അറിയുവാനായിട്ട്. സിനിമയുടെ പ്രീമിയർ കളക്ഷൻ മാത്രമായിട്ട് റിലീസിന്റെ തലേ ദിവസം സിനിമയ്ക്ക് ഓൾമോസ്റ്റ് 83 ലക്ഷമാണ് സിനിമയ്ക്ക് പ്രീമിയർ ഷോ മാത്രം കളക്ഷൻ കാണാൻ സാധിക്കുന്നത് കേരളത്തിൽ നിന്ന്. ആദ്യ ദിവസം കേരള ബോക്സ് ഓഫീസിന് സിനിമയ്ക്ക് 3,85,00,000 അങ്ങനെ കാണാൻ സാധിക്കുന്നത്. രണ്ടാം ദിവസം സിനിമയ്ക്ക് 4,86,00,000 കാണാൻ സാധിക്കുന്നത്. ശനിയാഴ്ചയായിട്ട് നമ്മുടെ ഡൈസറ സിനിമയ്ക്ക് കേരള ബോക്സ് ഓഫീസിൽ 4,86,00,000. മൂന്നാം ദിവസം സിനിമയ്ക്ക് ഞായറാഴ്ച ആയിട്ട് നല്ലൊരു കളക്ഷൻ തന്നെയാണ് കാണാൻ സാധിച്ചത്. ഓൾമോസ്റ്റ് 6 കോടി എത്തേണ്ടതായിരുന്നു, പക്ഷെ എന്നാൽ പോലും 5,84,00,000 ഒതുങ്ങി കഴിഞ്ഞിരിക്കുകയാണ് സിനിമയുടെ ഞായറാഴ്ചത്തെ കളക്ഷൻ നോക്കുകയാണെങ്കിൽ. അങ്ങനെ കേരള ബോക്സ് ഓഫീസിന് മാത്രം കഴിഞ്ഞ 3 ദിവസം കൊണ്ട് 15,38,00,000 കാണാൻ സാധിക്കുന്നത്. സിനിമ ട്രെൻഡിങ് പോലെ കളക്ഷൻ പോവുകയാണ് ഡേ ബൈ ഡേ ആയിട്ട്. ഇനി സിനിമയുടെ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ മറ്റു ഭാഗത്തും സിനിമയ്ക്ക് നല്ലൊരു കളക്ഷൻ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ട്രാക്കിംഗ് കാണുന്നുണ്ട് സിനിമയ്ക്ക് കേരളത്തിന്റെ വെളിയിൽ നോക്കുകയാണെങ്കിൽ. ഓൾമോസ്റ്റ് 4,31,00,000 സിനിമ കേരളത്തിന്റെ വെളിയിൽ നിന്ന് മാത്രം നേടിയെടുത്തത് റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ ആയിട്ട്. അങ്ങനെ ടോട്ടൽ ഡൊമസ്റ്റിക് കളക്ഷൻ നോക്കുമ്പോൾ നമ്മുടെ ഇന്ത്യൻ ബോക്സ് ഓഫീസ് പരിശോധിക്കുമ്പോൾ ഡൈസറ സിനിമയ്ക്ക് 19,69,00,000 കാണാൻ സാധിക്കുന്നത്. മലയാളത്തിൽ ഇതുവരെ വന്ന ഒരു സർട്ടിഫിക്കറ്റ് സിനിമയിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നമ്മൾ ഡൈസറ സിനിമ സ്വന്തമാക്കിയിരിക്കുകയാണ്. അത് മാർക്കോസ് സിനിമേന്റെ ഒരു കളക്ഷൻ മറികടന്നിട്ട്. ഇനി സിനിമേന്റെ വേൾഡ് വൈഡ് കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് നോക്കാം. സിനിമേന്റെ വേൾഡ് വൈഡ് പരിശോധിക്കുകയാണെങ്കിൽ അപ്രോക്സിമേറ്റ് ആയിട്ട് സിനിമ 40 കോടിനടുത്താണ് കാണാൻ സാധിക്കുന്നത്. സിനിമേന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ 3 ദിവസത്തെ അപ്രോക്സ് ആയിട്ട് 40 കോടി എന്നാണ് കേൾക്കാൻ സാധിക്കുന്നത് നമ്മുടെ ഡൈസറ എന്ന് പറഞ്ഞ സിനിമ. എന്തായാലും പുതിയൊരു ബെഞ്ച് മാർക്ക് വരികയാണ് നമ്മുടെ മാർക്കോ സിനിമയ്ക്ക് ശേഷം. മറ്റൊരു സർട്ടിഫിക്കറ്റ് പ്രണവ് മോഹൻലാൽ സിനിമയിലൂടെ അതാവുകയാണ് ഒരു ബെഞ്ച് മാർക്ക്. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് സിനിമയുടെ കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ ആയിട്ട്. എന്തായാലും നല്ലൊരു മികച്ചൊരു വീക്കെൻഡ് തന്നെയാണ് ഡൈസറ സിനിമയ്ക്ക് സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത്. കാത്തിരിക്കാൻ നമുക്ക് വരും ദിവസങ്ങളിൽ സിനിമയുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ ആയിട്ട്. അതിന് നിമിഷം ഇല്ലാതെ ഇത് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റോക്ക് ഡിസ്ക്രിപ്ഷൻ അതുപോലെ തന്നെ സിനിമ കണ്ടവരെന്തായാലും മറക്കാതെ പടത്തിന് അഭിപ്രായങ്ങൾ കൺബോക്സ് ചെയ്യപ്പെടുത്തുക. കാത്തിരിക്കുന്ന ചെയ്യുക ഡൈസറ അതുപോലെ മറ്റ് സിനിമകളുടെയും ബോക്സ് ഓഫീസ് കളക്ഷൻ ആയിട്ട്.